നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിലെ മൂന്നാമത്തെ റൺവേ വികസനത്തിനും അതുയർത്തുന്ന ഭീഷണികളും UKയിൽ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നു. ഹാർമൺസ്വർത്തിലെ 600 വർഷം പഴക്കമുള്ള ന്യൂ ബാൻഡ് എന്ന മധ്യകാല കളപ്പുരയ്ക്ക് വിമാനങ്ങൾ പറന്നുയരുമ്പോൾ ഉണ്ടാകുന്ന ശക്തമായ പ്രകമ്പനങ്ങൾ കാരണം കേടുപാടുകൾ സംഭവിക്കാമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. 1426 നിർമ്മിച്ച ഈ ചരിത്ര സ്മാരകം ഇംഗ്ലണ്ടിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ മധ്യകാല തടി ഫ്രെയിം നിർമ്മിതികൾ ഒന്നാണ്. സർ ജോൺ ബെറ്റ്സ് ജന്മാൻ ഇതിനെ ഒരു കത്തീഡ്രൽ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതിന്റെ 95% തടികളും യഥാർത്ഥ മധ്യകാലഘട്ടത്തിലേതാണെന്ന് വിപുലീകരിക്കുന്ന വിമാനത്താവളത്തിന്റെ അതിർത്തി ഈ കളപ്പുരയിൽ നിന്നും ഏതാനും 100 മീറ്റർ മാത്രം അകലെയായിരിക്കും. പദ്ധതിക്കെതിരെ പരാതികളും എതിർപ്പുകളും നൽകാൻ സെപ്റ്റംബർ 1 വരെ സമയമുണ്ട്. കൂടാതെ സെപ്റ്റംബർ 5-ന് ഇംഗ്ലീഷ് ഹെറിറ്റേജിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രത്യേക സമ്മേളനവും സംഘടിപ്പിക്കുന്നുണ്ട്. കളപ്പുര വിമാനത്താവള അതിർത്തിക്ക് പുറത്താണെന്നും പരിസ്ഥിതി, പൈതൃക സംരക്ഷണം എന്നിവ ഉറപ്പാക്കാൻ ആവശ്യമായ പഠനങ്ങൾ നടത്തണമെന്നും ഹീത്രോ വക്താവും ഗതാഗത മന്ത്രാലയവും വ്യക്തമാക്കി. UKയിൽ സാൽമൊണല്ല ഭക്ഷ്യവിഷബാധ വ്യാപിപ്പിക്കുന്ന സാഹചര്യത്തിൽ പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ഫുഡ് സ്റ്റാൻഡേർഡ് ഏജൻസി. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, കഫേകൾ എന്നിവിടങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് അപകട സാധ്യത കൂടുതലുള്ളവർ, പകുതി പാചകം ചെയ്തതോ ദ്രവ്യരൂപത്തിലുള്ളതോ മഞ്ഞളോട് കൂടിയതുമായ മുട്ടകൾ കഴിക്കരുത് എന്നാണ് നിർദ്ദേശം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 65 വയസ്സിന് മുകളിലുള്ളവർ, ഗർഭിണികൾ, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ എന്നിവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. മുട്ട, പാകം ചെയ്യാതെ തയ്യാറാക്കുന്ന മയോണീസ്, ഫെലെ, ഹോളൈഡേസ് സോസ് തുടങ്ങിയ പുതുതായി തയ്യാറാക്കിയ ഭക്ഷണങ്ങളും ഇവർ ഒഴിവാക്കണമെന്ന് FSA അറിയിച്ചു. എന്നാൽ മുട്ട നന്നായി വേവിച്ച ഭക്ഷണങ്ങൾ റെസ്റ്റോറന്റുകളിലും കഫേകളിലും ടേക്ക് അവേകളിലും നിന്നും കഴിക്കുന്നതും സുരക്ഷിതമാണ് എന്ന് അധികൃതർ വ്യക്തമാക്കി. ഒരു മരണം ഉൾപ്പെടെ 100 കണക്കിന് പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി രാജ്യവ്യാപക സാൽമൊണല്ലെ ഭക്ഷ്യവിഷബാധ വ്യാപനം പ്രഖ്യാപിച്ചിരുന്നു. ഇറക്കുമതി ചെയ്ത മുട്ടകളോ അവ ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങളോ ആണ് വ്യാപനത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. റെന്റേഴ്സ് റൈറ്റ് ആക്ട് വഴി നിലവിൽ വന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് നിയമലംഘനങ്ങൾക്ക് സ്വകാര്യ വാടക വീടുകൾക്ക് പിഴ ചുമത്തുന്ന പുതിയ സിവിൽ പെനാൽറ്റി നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബ്രിസ്റ്റോൾ സിറ്റി കൗൺസിൽ. അതിനോടൊപ്പം വാടകക്കാരുടെ സമൂഹ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടുടമകൾക്ക് പുതിയ മാർഗനിർദ്ദേശ രേഖയും കൗൺസിൽ പുറത്തിറക്കി. പരിതാപകരമായ താമസ സ്ഥല സാഹചര്യങ്ങളിലും അതുപോലെ വാടകക്കാരെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കൗൺസിൽ പക്ഷേ ന്യായമായ രീതിയിലുള്ള പിഴ മാത്രമേ വീട്ടുടമകൾക്ക് ചുമത്തുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് നിയമവിരുദ്ധമായ വീട്ടിൽ നിന്നും ഒഴിപ്പിച്ചു വിടുകയോ ശല്യം ചെയ്യുകയോ ചെയ്താൽ വീട്ടുടമ 35,000 പൗണ്ട് വരെ പിഴ ഒടുക്കേണ്ടതായി വരും. ഉപയോഗയോഗ്യമല്ലാത്ത ഭൂമിയിൽ അറിഞ്ഞോ അറിയാതെയോ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചാൽ 30,000 പൗണ്ടായിരിക്കും പിഴ. സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കൗൺസിൽ നൽകുന്ന നോട്ടീസുകളിലെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാതിരുന്നാൽ 25,000 പൗണ്ട് പിഴയൊടുക്കേണ്ടതായി വരും. അതുപോലെ ആവശ്യമുള്ളപ്പോൾ HMO ലൈസൻസ് ഇല്ലെങ്കിൽ 17,000 പൗണ്ടും പിഴ ഒടുക്കേണ്ടി വരും. നിയമങ്ങൾ പാലിക്കുന്ന ഭൂവുടമകൾക്ക് ഈ ഉയർന്ന പിഴ നിരക്കിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് കൗൺസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമം ലംഘിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് ഈ പിഴകളെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. പ്രൈവസി കേസ് പരാജയപ്പെട്ടതിനെ തുടർന്ന് ബ്രിട്ടീഷ് രാജകുടുംബാംഗം പ്രിൻസ് ഹാരി ഉൾപ്പെടെ 7 പേർക്ക് ഡെയിലി മെയിൽ പ്രസാധകരായ അസോസിയേറ്റ് ന്യൂസ് പേപ്പേഴ്സിന് 3.45 കോടി പൗണ്ട് വരെ നിയമച്ചിലവ് നൽകേണ്ടി വന്നേക്കും. ഹൈക്കോടതി ജഡ്ജി മിനിസ്റ്റർ ജസ്റ്റിസ് നിക്ലിൻ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് കേസ് പുതിയ വഴിത്തിരിവിലെത്തിയത്. അനധികൃതമായി സ്വകാര്യ വിവരങ്ങൾ ശേഖരിച്ചു എന്നായിരുന്നു ഹാരിയും സംഘവും അസോസിയേറ്റഡ് ന്യൂസ് പേപ്പേഴ്സിനെതിരെ ഉന്നയിച്ച പ്രധാന ആരോപണം. എന്നാൽ ജൂലൈ 7-ന് ജസ്റ്റിസ് നിക്ലിൻ ഈ അവകാശവാദങ്ങൾ തള്ളുകയായിരുന്നു. കേസ് അവതരിപ്പിച്ച രീതി യുക്തിരഹിതമായിരുന്നു എന്ന് വിമർശിച്ച കോടതി തെറ്റായ പ്രവർത്തനങ്ങളും ക്രിമിനൽ സ്വഭാവമുള്ള ആരോപണങ്ങളും തെളിവില്ലെങ്കിൽ പിൻവലിക്കേണ്ടതായിരുന്നു എന്നും വ്യക്തമാക്കി. അതേസമയം പ്രസാധകർ ആവശ്യപ്പെട്ട 3.45 കോടി പൗണ്ട് മുഴുവൻ അനുവദിക്കണമെന്നല്ല കോടതി പറഞ്ഞത്. തുക വളരെ കൂടുതലാണെന്നും ചെലവുകൾ യുക്തിസഹമാണോ എന്ന കാര്യത്തിൽ വിശദമായ പരിശോധന ആവശ്യമാണെന്നും ജഡ്ജി വ്യക്തമാക്കി. കേസിൽ പരാജയപ്പെട്ട 7 പേർക്ക് ഒക്ടോബർ 2 വരെ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ അവസരമുണ്ട്.
കേസിനായി നേരത്തെ 1.62 കോടി പൗണ്ട് വരെയുള്ള നിയമച്ചെലവിൽ ഇൻഷുറൻസ് പരിരക്ഷ ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ പ്രസാധകർ കേസ് പ്രതിരോധിക്കാൻ ഏകദേശം 1.45 കോടി പൗണ്ട് ചെലവഴിച്ചതായി കോടതി അറിയിച്ചു. ഇതോടെ ഇൻഷുറൻസ് പരിധിക്ക് മുകളിലുള്ള ഏകദേശം 1.8 കോടി പൗണ്ടിന്റെ അധിക തുക ഹാരിയും മറ്റ് ഹർജിക്കാരും വഹിക്കേണ്ട സാഹചര്യമുണ്ടാകും. വിധിയിൽ നിരാശയുണ്ടെന്നും സർ സൈമൺ ഹ്യൂസ് പ്രതികരിച്ചു. അതേസമയം കഴിഞ്ഞ മാസം വിധിക്ക് പിന്നാലെ പ്രിൻസ് ഹാരിയും ബാരനസ് ലോറൻസും കോടതിയിൽ നിന്നും തങ്ങൾക്ക് നീതിയും ഉത്തരവാദിത്വവും ലഭിച്ചില്ലെന്നും വിധി പൂർണ്ണമായും തെറ്റായ വിലയിരുത്തലാണെന്നും ആരോപണം ഉന്നയിച്ചു. ഇനി അപ്പീൽ നടപടികളും നിയമച്ചെലവും സംബന്ധിച്ച വിശദമായ വാദങ്ങളും കേസിൽ നിർണായകമാകും. ഹാരി രാജകുമാരനും മേഗൻ മാർക്കിൾട്ടും ബ്രിട്ടനിലേക്ക് തിരിച്ചെത്തുന്നതോടെ രാജകുടുംബവുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൽ ക്വീൻ കമലിൻ നിർണായക പങ്ക് വഹിക്കുമെന്ന് റിപ്പോർട്ട്. ഹാരിയെയും കുടുംബത്തെയും വീണ്ടും രാജകുടുംബത്തിന്റെ ഭാഗമാക്കുന്നതിൽ കമീലയുടെയും ശാന്തമായ ഇടപെടലുകൾ ചാൾസ് രാജാവിന്റെ നിലപാടിൽ മാറ്റമുണ്ടാക്കിയതായാണ് രാജകുടുംബവുമായി അടുത്ത വൃത്തങ്ങൾ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. കൊച്ചുമക്കളായ ആർച്ച്ലിയുമായും ലിലിബെറ്റുമായും കൂടുതൽ അടുപ്പമുള്ള ബന്ധം പുലർത്താൻ ചാൾസ് ആഗ്രഹിക്കുന്നതായി സൂചന. അടുത്തിടെ ഹൈഗ്രോവിൽ ചാൾസ് രാജാവും ഹാരി മേഗനും ദമ്പതികളും മക്കളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലും കമീല പങ്കെടുത്തിരുന്നു. ഈ മാസം തന്നെ കാലിഫോർണിയയിൽ നിന്നും ബ്രിട്ടനിലേക്ക് താമസം മാറ്റാൻ പദ്ധതിയിടുന്നതായി ഹാരി മേഗൻ ദമ്പതികൾ അറിയിച്ചിരുന്നു. കുട്ടികൾക്കായി സ്കൂളുകൾ തിരഞ്ഞെടുത്തതായാണ് റിപ്പോർട്ട്. കുടുംബത്തിലെ ഐക്യത്തിന് പ്രാധാന്യം നൽകുന്ന കമീല രാജാവിന്റെ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയും കുടുംബത്തിലെ പ്രതിസന്ധികളിലൂടെയും അദ്ദേഹത്തിന് വലിയ പിന്തുണയായിരുന്നുവെന്നും രാജകുടുംബ വൃത്തങ്ങൾ പറയുന്നു. അതേസമയം ഹാരി മേഗൻ ദമ്പതികളുടെ മടങ്ങിവരവിനെ വെയിൽസ് രാജകുമാരൻ വില്യമും കാതറീനും അത്ര അനുകൂലമായി കാണുന്നില്ല എന്നാണ് റിപ്പോർട്ട്. 2020 രാജകുടുംബത്തിന്റെ മുൻനിര ചുമതലകളിൽ നിന്നും പിന്മാറിയതിന് പിന്നാലെ ഹാരിയും മേഗനും നടത്തിയ ആരോപണങ്ങൾ ഇരുവരെയും വേദനിപ്പിച്ചുവെന്നും അതിനാൽ അവരോട് ക്ഷമിക്കാൻ കഴിയില്ലെന്നുമാണ് അടുത്ത വൃത്തങ്ങളുടെ നിലപാട്. ഹാരിയും കുടുംബവും ബ്രിട്ടനിൽ എവിടെ താമസിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും കോട്ട്സ്വോൾഡ് പ്രദേശമാണ് പരിഗണിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിൽ കഴിയുന്ന ലൈംഗിക കുറ്റവാളികളിൽ ലൈംഗിക ആസക്തി കുറയ്ക്കുന്ന മരുന്നുകൾ നൽകുന്ന പദ്ധതിയുമായി കൂടുതൽ ജയിലുകളിലേക്ക് വ്യാപിപ്പിക്കാൻ സർക്കാരിന്റെ നിർദ്ദേശം. നിലവിൽ 10 ജയിലുകളിലുള്ള ഈ പദ്ധതി 20 ജയിലുകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. വിജയിക്കുകയാണെങ്കിൽ 2028 ഡിസംബറോടെ പദ്ധതി രാജ്യവ്യാപകമായി നടപ്പിലാക്കും. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിൽ കഴിയുന്ന ലൈംഗിക കുറ്റവാളികളിൽ ലൈംഗിക ആസക്തി കുറയ്ക്കുന്ന മരുന്നുകൾ നൽകുന്ന പദ്ധതിയുമായി കൂടുതൽ ജയിലുകളിലേക്ക് വ്യാപിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. ജയിലിലെ തിരക്ക് പ്രതിസന്ധി ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ലൈംഗിക അതിക്രമം തടയുന്ന മരുന്നുകളുടെ സ്വമേധയായുള്ള ഉപയോഗം വിപുലീകരിക്കാൻ ആൻഡി ബേൺഹാമിന്റെ ഭരണകൂടം താൽപ്പര്യപ്പെടുകയാണ്. ലൈംഗിക കുറ്റവാളികളിലെ നിരന്തരമായ ഉത്തേജനം, തീവ്രമായ ലൈംഗിക ചിന്തകൾ, അനാരോഗ്യമായ പ്രേരണകൾ എന്നിവ നിയന്ത്രിച്ച് വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് തടയുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഏകദേശം 15,000 ലൈംഗിക കുറ്റവാളികളിൽ 1/4 പേർക്ക്, അതായത് ഏകദേശം 3750 തടവുകാർക്ക് ഈ ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കും. ആക്രമണാത്മക ചിന്തകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന സെർട്രൈലൈൻ പോലുള്ള മരുന്നുകളും ടെസ്റ്റോസിറോൺ അളവ് കുറയ്ക്കുന്ന ആന്റി ആൻഡ്രോജൻ മരുന്നുകളും പദ്ധതിയിൽ പങ്കാളികളാകുന്നുണ്ട്. ഏതായാലും ഈ പദ്ധതി പൂർണ്ണമായും സ്വമേധയായിരിക്കും. നിർബന്ധമായും മരുന്ന് നൽകുന്നത് പ്രായോഗികമാകില്ല എന്നും പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സ്റ്റോക്ക് ഓൺ ട്രെന്റിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വൈകിട്ട് 6 ശേഷം ഒറ്റയ്ക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. കുട്ടികളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ വിരുദ്ധ പെരുമാറ്റം വർദ്ധിച്ചതിനെ തുടർന്നാണ് നടപടി. സ്റ്റാൻഫോർഡ്ഷെയർ പോലീസുമായും സ്റ്റോക്ക് ഓൺ ട്രെന്റ് സിറ്റി കൗൺസിലുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ ഗതാഗത വകുപ്പിന്റെ അനുമതിയോടെയാണ് വെള്ളിയാഴ്ച മുതൽ നിയന്ത്രണം നിലവിൽ വന്നത്. ഹാൻലി ബസ് സ്റ്റേഷനിലേക്കും അവിടെ നിന്നുമുള്ള യാത്രയ്ക്കും നിയന്ത്രണം ബാധകമാണ്. മുതിർന്ന ഒരാൾ കൂടെയുണ്ടെങ്കിൽ കുട്ടികൾക്ക് യാത്ര ചെയ്യാം. പോർട്ടറീസ് മേഖലയിലെ ആകെ 32 ബസ് സർവീസുകളെയാണ് നിയന്ത്രണം ബാധിച്ചിരിക്കുന്നത്. ബസ് സ്റ്റേഷനുകളിലും സർവീസുകളിലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതായി ഫസ്റ്റ് ബസ് അധികൃതർ അറിയിച്ചു. അതേസമയം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുണ്ടെങ്കിൽ ഡ്രൈവർമാർക്ക് സ്വന്തം വിവേചന അധികാരം ഉപയോഗിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്നും നിയന്ത്രണം ദിവസേന അവലോകനം ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി.
ഇംഗ്ലണ്ടിൽ 5 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് മിക്ക ബസ് സർവീസുകളിലും സൗജന്യ യാത്ര അനുവദിക്കുന്ന സർക്കാർ പദ്ധതി ഓഗസ്റ്റ് അവസാനം വരെ തുടരുന്നതിനിടെയാണ് ഈ നിയന്ത്രണം. പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ ബസ് യാത്രയിൽ വലിയ വർധനവ് ഉണ്ടായതായി ഫസ്റ്റ് ബസ് അധികൃതർ പറഞ്ഞു. യാത്രക്കാർ ബസ്സിലും ബസ് സ്റ്റേഷനിലും ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും ആവശ്യപ്പെട്ടു. സാഹചര്യം മെച്ചപ്പെട്ടാൽ നിയന്ത്രണം എത്രയും വേഗം പിൻവലിക്കാനാണ് പ്രതീക്ഷയെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. യുകെയിലെ സർവകലാശാല പഠനത്തിനായി വീട്ടിൽ തന്നെ താമസിക്കാൻ തീരുമാനിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 9 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയതായി റിപ്പോർട്ടുകൾ. സർവകലാശാല പ്രവേശനത്തിനായി അപേക്ഷ അംഗീകരിക്കപ്പെട്ട 81,000-ലേറെ 18 വയസ്സുകാരാണ് ഇത്തവണ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഈ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ 1/3-ലേറെയാണ്. 2017-ൽ 5-ൽ ഒരാൾ മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ച് പഠിക്കാൻ തീരുമാനിച്ചത്. സ്കോട്ട്ലൻഡിൽ 48% വിദ്യാർത്ഥികളും വീട്ടിൽ നിന്ന് പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ വെയിൽസിൽ ഇത് 20%. ജീവിത ചെലവും വിദ്യാർത്ഥി താമസ സൗകര്യങ്ങളുടെ ഉയർന്ന വാടകയുമാണ് തീരുമാനത്തിന് പ്രധാന കാരണം. സെന്റ് ഹെലൻസിൽ നിന്നുമുള്ള ബിയാട്രിസും അമേലിയയും സെപ്റ്റംബറിൽ സർവകലാശാല പഠനം ആരംഭിക്കുമ്പോഴും വീട്ടിൽ തന്നെ താമസിക്കാനാണ് തീരുമാനം. മാഞ്ചസ്റ്റർ സർവകലാശാലയിൽ ഗണിതശാസ്ത്രം പഠിക്കുന്ന ബിയാട്രിസിന് ട്രെയിനിൽ ഏകദേശം 50 മിനിറ്റ് യാത്ര ചെയ്യേണ്ടി വരും. ലിവർപൂൾ ജോൺസ് മൂർ സർവകലാശാലയിൽ പഠിക്കാനൊരുങ്ങുന്ന അമേലിയ കണ്ടെത്തിയ താമസ സൗകര്യത്തിന് ആഴ്ചയിൽ 300 മുതൽ 400 പൗണ്ട് വരെയാണ് വാടക. താമസ ചെലവ് വളരെ കൂടുതലും അസഹനീയവുമാണ് എന്നാണ് മറ്റൊരു വിദ്യാർത്ഥിയായ ജെസ്സിക്കയുടെ പ്രതികരണം. വീട്ടിൽ താമസിക്കുന്നവരുടെ വാടക ലാഭിക്കാമെങ്കിലും വീട്ടിൽ താമസിക്കുന്നതിലൂടെ സംഭവമാണ് വാടക ലാഭിക്കാം എന്ന് കരുതുന്നുവെങ്കിലും യാത്രയ്ക്കായി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ട്. 3 വർഷത്തെ ബിരുദ പഠനകാലത്ത് ട്യൂഷൻ ഫീസ് ഒഴികെ കുറഞ്ഞ സാമൂഹിക ജീവിത നിലവാരം നിലനിർത്താൻ ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം 61,000 പൗണ്ട് ആവശ്യമായി വരുമെന്നാണ് ഹയർ എഡ്യൂക്കേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ കണക്കാക്കിയിരുന്നത്. വിദ്യാർത്ഥി താമസ സൗകര്യങ്ങളുടെ വാടകയ്ക്കൊപ്പം മറ്റ് ജീവിത ചെലവുകളും ഉയർന്നതോടെ പലരും പഠനത്തോടൊപ്പം ജോലി ചെയ്യേണ്ട സ്ഥിതിയിലാണ്. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഓൺലൈൻ പഠനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. വീട്ടിൽ നിന്നും പഠിക്കുന്നതിലൂടെ താമസം മാറുന്നതിനുള്ള ചെലവ് ഉയർന്ന വാടകയും ഒഴിവാക്കാനാകും എന്നാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സർവകലാശാല ക്യാമ്പസിലെ ജീവിതം വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിനും സാമൂഹിക അനുഭവങ്ങൾക്കും പ്രാധാന്യമാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മാഞ്ചസ്റ്ററിൽ അടുത്ത കാലത്തെത്തിയ മലയാളി യുവ നഴ്സ് വീട്ടിൽ ആളില്ലാത്ത സമയത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു മടങ്ങി എത്തിയപ്പോഴാണ് യുവതിയായ ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ വൈദ്യസഹായം തേടിയെങ്കിലും യുവതി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചതായി സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു. തൃശൂർ സ്വദേശിനിയായ ഷൈമി 27 മരിച്ചതെന്ന സ്ഥിരീകരണമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ലഭിച്ചത്. ജോലിക്ക് പോകേണ്ട ദിവസമായിരുന്നു ഷൈമിക്ക്. എന്നാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഭർത്താവ് ജോയൽ കണ്ടത് ഭാര്യയെ മരിച്ച നിലയിൽ. റോയൽ മാഞ്ചസ്റ്റർ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ നഴ്സായി ജോലി ചെയ്തിരുന്ന തൃശൂർ പിച്ചി പതിപ്പറമ്പിൽ വീട്ടിൽ കുഞ്ഞുമോൻ PVയുടെ മകൾ ഷൈമി PK ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 8:05 സംഭവം. അന്നേ ദിവസം ഷൈമിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നുവെങ്കിലും ജോലിക്ക് പോകേണ്ട സമയത്ത് വീട്ടിൽ തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഭർത്താവ് ജോയലാണ് ഷൈമിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പഠനത്തിനായി UK-യിലെത്തിയ ജോയലും നഴ്സായ ഷൈമിയും 1 വർഷം മുൻപാണ് വിവാഹിതരായത്. കുമിളി അസംബ്ലി ഓഫ് ഗോഡ് സഭാ ശുശ്രൂഷകനും കറിമുട്ട് വട്ടക്കാലയിലെ സ്വദേശിയുമായ പാസ്റ്റർ മോനി ചാക്കോ ജോർജിന്റെ മകനാണ് ജോയൽ. ഷൈമിയുടെയും ജോയലിന്റെയും സഹോദരന്മാരും UK-യിലുണ്ട്. 2021 ഡിസംബറിലാണ് ഷൈമി UK-യിലെത്തിയത്. PG മാറായിക്കൽ IPC എബനേസർ സഭാംഗമായിരുന്നു. ഷൈമിയുടെ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തുടർ നടപടികൾ പൂർത്തിയായ ശേഷമേ ലഭ്യമാകൂ. സംഭവത്തിൽ നിലവിലെ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മൃതശരീരം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണ്. സംസ്കാര ശുശ്രൂഷകളുടെ തീയതിയും സ്ഥലവും പിന്നീട് അറിയിക്കും. UK-യിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷമായിരിക്കും മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.